ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ്. സോ നമുക്ക് വിഷുവിൻ്റെ തലേന്നില്ല, വിഷുവിൻ്റെ പ്രിപ്പറേഷൻസും പിന്നെന്താണ് പടക്കം പൊട്ടിക്കലും എല്ലാം കണ്ടാലോ. സോ പറയാൻ മറന്നുപോയി, അഡ്വാൻസ് ഹാപ്പി വിഷു. സോ എല്ലാവർക്കും ഒരുപാട് വിഷു കൈനീട്ടങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാരണം എനിക്ക് കിട്ടത്തില്ല. യെസ്, ഏജ് ഓവറായിരുന്നവർ പറയുന്നത്. അങ്ങനെയുള്ളവർക്കൊന്നും എന്താ വലിയ പിള്ളേർക്ക് വിഷു കൈനീട്ടം തരൂല അത്രേ. സോ നമുക്ക് ബാക്കി എന്താ വിഷുക്കണി ഒരുക്കുന്നതും അതുപോലെ വിഷു സദ്യ ഒരുക്കുന്നതും പിന്നെ പടക്കം പൊട്ടിക്കലൊക്കെ കാണാം. ഓക്കെ, രണ്ടു തന്നെ എടുക്കട്ടെ. എന്നാ ഇതിന് കൊടുക്കാമോ? ഓടിക്കൂ മത്താപ്പ്. അടുത്തത് എടുത്തിട്ടും വാ. കമ്പിത്തിരിയിൽ കത്തിക്ക്. എന്താ നാട്ടിൽ പറയും അടുത്ത കത്തിക്കട്ടെ. കമ്പിത്തിരി അടുത്ത ഞാൻ കത്തിക്കുന്നത്. എന്റെ ചക്രല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. അമ്മയുടെ കത്താത്തത് ഞങ്ങടുത്തുണ്ട്, രണ്ടെണ്ണുണ്ട്. ഇല്ലില്ല ഞാൻ പറഞ്ഞേ പണ്ട് എൻ്റെ വീട്ടിലധികം പടപ്പൊന്നും വാങ്ങിച്ചിട്ടെടുക്കുന്നത്. അപ്പൊ ഞാനിത് ഞങ്ങൾ അപ്പുറത്തെ പോകും. അവിടെ ഇഷ്ടം പോലെ വാങ്ങിച്ചാറൊക്കെ പേർക്കൊണ്ടന്മാരാണ്. ഞങ്ങളാണ് പൊട്ടിച്ചത്. എന്നിട്ട് കൊണ്ടാറുടെ പടക്കൊക്കെ കയ്യിൽ നിന്ന് കത്തിച്ച് പൊട്ടിച്ച് കൊണ്ടാറി കാര്യം ഞാനാ പിന്നെ ഞാൻ പൊട്ടിട്ട് എവിടെ സാധനം നിക്ക് ഞാൻ രണ്ടെണ്ണം ഒരുമിച്ച് കത്തിക്കാണ്ടിരിക്കണേ തന്നെ. കത്തിക്കുന്നത് മാത്രമാണ് അടി സൂക്കേട്. അമ്മന് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഞാൻ കത്തിക്കണൊക്കെ നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇന്ന ഇതുകൊണ്ട് കത്തിക്ക്. വേഗം 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 തീർന്ന് ഓടി. ഡബിൾ ഡമങ്കോ മരപ്പടക്കം അങ്ങനെയാണ് അടിമ വെച്ചിട്ട് നമ്മക്ക് ഒരാന്താന്ന് പറഞ്ഞ് ചെല്ലി വേഗം വേണോട്ടാ. അപ്പം നമ്മൾ വിഷുക്കണി വെക്കുന്ന പ്രിപ്പറേഷനിലാണ്. സോ അമ്മയാണ് വിഷുക്കണി വെക്കുന്നത്. സോ നമുക്ക് ധീരെ ധീരെ കാണാം എങ്ങനെയാണ് അമ്മ അറേഞ്ച് ചെയ്യാൻ പോണെന്ന്.
ആ വാൽക്കണ്ണാടി മര്യാദക്കാരെ കുത്തി സോ അമ്മ ഫ്രൂട്ട്സും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണേണ് കണിക്കുള്ള രീതിയിൽ. അമ്മ പഴം വെച്ചില്ല, മുന്തിരി ഏറ്റവും മേളിലായിട്ട് വെക്കാം. ആ ചെറിയ പോലെ എടുക്കുക. അങ്ങനെയൊക്കെ പഴയ ചക്കയുടെ സൈഡിലായിട്ട് വെക്കാൻ പറ്റുമോ? ഓക്കെ. ആദ്യം ഈ മാലയിട്, എന്നിട്ട് പൂമാലയിട്. ഇച്ചിരി കൂടി ചെറുതായിട്ട് കുഴപ്പമില്ല. കണിക്കൊന്നയാണ് മെയിൻ ഐറ്റമാണ് നമ്മുടെ കണിക്കൊന്ന കണിയിൽ. സോ അത് വെക്കാൻ പോകുന്നു. സോ അങ്ങനെ കണിക്കൊന്നയും വെച്ച് കഴിഞ്ഞു. സോ ഇനി നമ്മൾ തിരി കത്തിച്ചാൽ മതി. ഫൈനലി ഇവിടെ കണി റെഡി ആയിട്ടുണ്ട്. ഇനി തിരിയൊക്കെ കത്തിച്ചിട്ട് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കാവേ. സോ നമ്മൾ വിളക്ക് കത്തിക്കാൻ പോകുന്നു. സോ എല്ലാവർക്കും ഹാപ്പി വിഷു അല്ലെങ്കിൽ വിഷു ആശംസകൾ. कृष्ण कामकोमलं भक्तवत्सला कृष्ण कामदायक पिल्लदं कवि कृष्ण कल्लयिको जय जनार्दना कृष्ण राधिकापते जन विमोचना कृष्ण जन्ममोचना. അമ്മച്ചി ചന്ദനത്തിരി
ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി അമ്പലത്തിലോട്ട് പോണേണ്. അമ്പലത്തിൽ വിഷുക്കഞ്ഞിയൊക്കെ ഉണ്ട്, കുറച്ച് നേരം തൊഴുകണം. എന്നിട്ട് വേണം വന്നിട്ട് സദ്യയുടെ പ്രിപ്പറേഷൻസ് തുടങ്ങാൻ വേണ്ടി. ഇപ്പോൾ സദ്യയുടെ പ്രിപ്പറേഷൻസ് കുറച്ചൊക്കെ കാണിക്കാം. സോ സദ്യ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ ഗണപതിക്ക് ആദ്യം വെക്കാൻ വേണ്ടി ഇലയിട്ട് അച്ചാറിട്ട് ആദ്യം മാങ്ങച്ചാറിട്ടു, പിന്നെ ഇഞ്ചി അച്ചാറിട്ടു, ദെൻ ക്യാബേജ് ഇട്ടു, അവിയലിട്ടു, ഇനി ചോറ്. ചെറിയ സദ്യയാണ്. ചോറിട്ടു, അതിൻ്റെ മേളിൽ കുറച്ച് സാമ്പാറും ഇട്ടു. ഇനി പായസം എല്ലാവരും പാലടിക്കല്ലേ വെക്കുന്നത്. നമ്മളിത്തിരി വെറൈറ്റി ആയിട്ട് ഗോതമ്പ് പായസമാണ്. കാരണം ഗോതമ്പ് പായസം ഈസ് മൈ ഫേവറേറ്റ് വൺ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പം ശരി, ബൈ ബൈ.